ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ പോലെ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല. ഒരു സവോളയും ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇത്രയും മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിനേക്ക് ആവശ്യമുള്ള പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയാണ് കേട്ടോ ആവശ്യമുള്ള പൊടികൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പാടുപെടുന്നത് നമ്മുടെ മക്കളെ ആഹാരം കഴിപ്പിക്കുന്ന കാര്യം തന്നെ അല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലായിരിക്കും അവർ കഴിക്കുന്നത് എന്നുള്ളതിലായിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്തായാലും എന്നെപ്പോലുള്ള അമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അത് ചൂടായപ്പോഴത്തേന് എണ്ണ ഒഴിച്ചു, പിന്നെ കടുക് ചേർത്ത് കൊടുത്തു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്കയും കറുവപ്പട്ടയൊക്കെ ചേർക്കാം, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചക്കറികൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അത് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം വഴന്ന് വരുന്ന, അതായത് ചെറിയ ഒരു ബ്രൗൺ കളറാകുമ്പോൾ, സവോളയുടെ കളർ അതാകുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് അടക്കുന്നതെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഞാൻ ചോറിന് ഉപ്പിടാത്തതുകൊണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വെജിറ്റബിൾസൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേനും നമ്മുടെ മുട്ട 2 ഇല്ലേ, അതങ്ങ് പൊട്ടിച്ച് ചേർക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കി എടുക്കുന്ന പരുവില്ലേ, അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലോണം ഇളക്കി അടുക്കി പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ മുട്ടയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ അടിക്കും. നമുക്ക് ചിലപ്പോൾ തിന്നാൻ തോന്നും, പക്ഷേ വേണ്ട, നമ്മൾ ചോറിടാൻ പോവാണ്. ചോറിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി അത് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ ഇളക്കണം കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ മുട്ടച്ചോറ് റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മുട്ടച്ചോറാണ്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.